ഹലോ ഗൈസ്, അപ്പോൾ ഇത് എൻ്റെ വീടാണ് കേട്ടോ. വീടിൻ്റെ അകംഭാഗം ഞാൻ ഇന്നലെ കാണിച്ചു തന്നു. ഇത് പുറം ഭാഗമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് കൊക്കമാണ് കേട്ടോ. ഇത് ഞാൻ കുഴിച്ചിട്ട് ചെറുതാകുമ്പോൾ കുഴിച്ചിട്ട് ഇപ്പോൾ ഇത്രയും വലുതായിട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലിവിടെ വരുമ്പോൾ എപ്പോഴും നോക്കും കേട്ടോ, ഇതിപ്പോൾ കായ ഉണ്ടാവാനായിട്ടുണ്ടോ എന്നിങ്ങനെ നോക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ന് ഇതൊക്കെ ഇങ്ങനെ കാണിക്കണത് എന്താ അറിയോ, ഞാനിവിടെ എന്തെങ്കിലും പറിക്കാണ്ടോ, മുരിങ്ങയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതൊക്കെ പറിക്കാണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പം ഞാൻ കണ്ടോ മുളക് പറിക്കും, വഴുതനങ്ങ, വെണ്ടയ്ക്ക. മുറ്റത്തെല്ലാവരും ചെടിയാണ് കുഴിച്ചിടുക. എൻ്റെ അമ്മ കണ്ടോ വെണ്ടയ്ക്കും പച്ചക്കറിയൊക്കെ കുഴിച്ചിടുക കേട്ടോ. ഇത് കണ്ടില്ലേ, വഴുതന, വെണ്ടയ്ക്ക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വരുമ്പോൾ കുറേ മുളക് പറിക്കും, മുരിങ്ങ പറിക്കും. ഈ രണ്ട് സാധനങ്ങൾ പറിച്ച് ഏകദേശം കൊണ്ടുപോകുക കേട്ടോ. കാരണം അത് അവിടെ കിട്ടില്ല, അവിടെ വലിയേട്ടമ്മ കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പറിച്ച് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ മുരിങ്ങ പറിക്കണ്. ഇതൊക്കെ മുരിങ്ങയിലൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ ഞാൻ. ഇത് വലിയ മുരിങ്ങയായിരുന്നു, അതൊക്കെ അമ്മ വെട്ടിയതാട്ടോ. വീടുമൊക്കെ വീഴും വിചാരിച്ചൊക്കെ വെട്ടിയതാണ് കേട്ടോ. അപ്പോൾ തെഴുത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ പറിക്കുകയാണ്. ലല്ലൂട്ടം ഇതാ ഇതിൽ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാനതൊക്കെ കൊണ്ടുവന്ന് വീട്ടിലെത്തി ഇതൊക്കെ ഊരി താളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സോയാബീൻ ഉണ്ട്, ഇതേപോലെ മുരിങ്ങ താളിപ്പും ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് പോന്നപ്പോൾ വഴുതനങ്ങ, വെണ്ടയ്ക്ക, കുമ്പളങ്ങ അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ അവിടെ അമ്മയും ചേച്ചിൻ്റെ മോള് മാത്രമുള്ളല്ലോ, അവർ അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ അതൊക്കെ മൂത്ത് പോകുന്ന കണ്ടപ്പോൾ ഞാനൊക്കെ പറിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം സ്കൂളിൽ പോയിട്ടുണ്ട്. ലല്ലൂട്ടന് പനിയും ജലദോഷമൊക്കെ കാരണം സ്കൂളിൽ പോയിട്ടില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി.